നമുക്ക് മീൻകറി വയ്ക്കാം. ഐശ്വര്യ മീൻകറി വയ്ക്കാൻ അറിയാമോ? അറിയാമോ? ഉമ്മച്ചിക്ക് വെച്ച് തരുമോ? എപ്പോൾ വെച്ച് തരും? എനിക്ക് മീൻകറി വയ്ക്കാം. എപ്പോൾ വെച്ച് തരും ഐശ്വര്യ ഉമ്മച്ചിക്ക് മീൻകറി? നീ വയ്ക്കാം മീൻകറി. ഞാൻ വയ്ക്കാം മീൻകറി. അപ്പോൾ ഐശ്വര്യ ഉമ്മച്ചി വെച്ച് ഐശ്വര്യ വലുതാവുമ്പോൾ ഉമ്മച്ചിക്ക് വെച്ച് തരണേ മീൻകറി. ഓക്കെ 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 പറ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഐഷ പറഞ്ഞതുപോലെ നമ്മളിന്ന് മീൻകറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. നല്ല നല്ല ചുവന്നൊരു മീൻകറിയാണ്. നമ്മുടെ മുളകിട്ട മീൻകറി എന്ന് പറയും, ചുവന്ന മീൻകറി എന്ന് പറയും, പിന്നെ കോട്ടയം സ്റ്റൈൽ മീൻകറി എന്ന് പറയും, മീൻ മുളകിട്ടതെന്ന് പറയും. അങ്ങനെ പലവിധമായ ഭാഷകളിൽ ഇതിനെ വിളിക്കാറുണ്ട്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 10-15 ചുവന്നുള്ളി വേണം, 3 ടൊമാറ്റോസ് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, പിന്നെ വെളുത്തുള്ളി, ഒരു മുഴുവൻ വെളുത്തുള്ളിയും വേണം. ഇതെല്ലാം കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ വലിയൊരു നാരങ്ങ വലുപ്പത്തിൻ്റെ സൈസിൽ പുളി പിഴിഞ്ഞ വെള്ളം വേണം. ഓക്കെ, ആദ്യം പുളി നല്ല രീതിയിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ തന്നെ വെക്കണം. മീൻകറി ചട്ടിയിൽ വെച്ചാലാണ് ടേസ്റ്റ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിൽ ഈ പറഞ്ഞ നമ്മുടെ ഉലുവ, പെരുംജീരകം, കുഞ്ഞുള്ളി ആദ്യം ഇത് രണ്ടും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇട്ട് അതിന് ശേഷം കുഞ്ഞുള്ളി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് സ്ലോ കുക്ക് ചെയ്ത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് കൂടെ ഉള്ളൂ, കുറയില്ല. ഓക്കെ, എന്നിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ കൂടി ഇട്ടതിന് ശേഷം ഈ ഫ്ലെയിം ലോ ടു മീഡിയമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. എന്നിട്ട് നല്ല സ്ലോലി നല്ല രീതിയിൽ വഴറ്റി കുക്ക് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ഈ കറിയിൽ ഏത് കറിയായിരുന്നാലും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വന്ന് നല്ല രീതിയിൽ സ്ലോ കുക്കായി എടുക്കുമ്പോഴേ നമുക്ക് ചില കറികൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരു കറിയാണ് ഇത്. അപ്പോൾ നല്ല രീതിയിൽ ഈ തക്കാളിയുടെയൊക്കെ ഈ ജ്യൂസ് ഇറങ്ങി വരുന്ന രീതിയിൽ നല്ല ഉടച്ച് സ്മാഷ് ചെയ്ത് വഴറ്റി കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ ടൈമിൽ നമുക്കൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അതിനൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് നേരത്തെ നമ്മൾ കുക്കായി നമ്മുടെ ചട്ടിയിലിരിക്കുന്ന കറിക്കൂട്ടിലോട്ട് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഇത്രയും എരി വേണം എന്നുണ്ടാവില്ല. അപ്പം കാശ്മീരി ചില്ലി പൗഡർ കൂടുതലിട്ടിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി ഇച്ചിരി കുറച്ചിടുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ബാക്കി 3/4 ടേബിൾ സ്പൂണൊക്കെ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അപ്പം ഇത്രയും എരിവുണ്ടാവില്ല. ഇവിടെ എല്ലാവർക്കും എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എരിവിട്ടത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ? ഈ സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മണവും ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. എൻ്റെ പുളിവെള്ളം പിന്നീട് ഒഴിച്ചപ്പോഴത്തേനും ആ ഒരു ടെക്സ്ചറൊക്കെ അങ്ങ് മാറി. സാരമില്ല, കുഴപ്പമില്ല, നല്ലൊരു കറി കിട്ടുമല്ലോ. അപ്പോൾ അതിന് ശേഷം നല്ല രീതിയിൽ കുഴമ്പായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനെ ഇതിലോട്ടെടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭംഗി അങ്ങ് പോയി കിട്ടി. അത് സാരമില്ല. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ പുളിയുടെ വെള്ളവും ഈ ഒരു കറിക്കൂട്ടും നല്ല രീതിയിൽ യോജിച്ച് വരുന്ന രീതിയിൽ പയ്യെ ഇളക്കുക. അപ്പോൾ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടണേ ഈ സമയത്ത്. അപ്പോൾ നല്ല രീതിയിൽ തിള വന്ന് തുടങ്ങും നമ്മുടെ ഈ ഒരു കറി. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഞാൻ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ, ക്ലീൻ ചെയ്ത മീൻ കഷ്ണങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. ആൻഡ് നല്ല രീതിയിൽ പൊട്ടി നല്ല രീതിയിൽ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കറി വീണ്ടും നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും തിളപ്പിക്കുക.
നല്ല രീതിയിലിരുന്ന് തിളയ്ക്കട്ടെ. ഈ തിളയ്ക്കുന്ന സമയം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10-15 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത് ഫ്ലെയിം സിമ്മിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഓഫ് ചെയ്തിടുക. ഓക്കെ, കറി സെറ്റായി. കറി കഴിഞ്ഞു. ഈ 15 മിനിറ്റ് നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റാണ്, കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഐഷു പ്ലീസ് ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ, പ്ലീസ്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടല്ലോ, അതിനുശേഷം ഈ കറി എത്രത്തോളം പഴക്കാൻ പറ്റുമോ അത്രത്തോളം പഴക്കി യൂസ് ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കിട്ടും. എത്രത്തോളം പഴക്കാൻ പറ്റുമെന്നതിൻ്റെ അർത്ഥം 2, 3, 4 ദിവസം വെച്ചിട്ട് എടുത്ത് കഴിക്കാനല്ല. അതായത് ഇപ്പോൾ നമ്മൾ രാത്രി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. മീൻ കറി അങ്ങനെയാണല്ലോ, പഴകും തോറും അതിനൊരു പ്രത്യേക ഒരു രുചി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മുളകിട്ട മീൻ കറിക്ക് പ്രത്യേകിച്ചും ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഒരു വേറെ ലെവലാണ്. കാരണം ഞാനിത് രാവിലെയാണ് വെച്ചത്. രാത്രി ശരിക്കും പറഞ്ഞാൽ സുർഷി പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഞാൻ പൊറോട്ടയും ഈ മീൻ കറിയും കൂടി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഭയങ്കരമായ ടേസ്റ്റായിരുന്നു, അസാധ്യ രുചിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കറി പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, പക്ഷേ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ലൊരു ബെസ്റ്റ് കോംബോ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ കറി ഒക്കെ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ആദവും അയാൻ എൻ്റെ വീട് മൊത്തവും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, കുഴപ്പമില്ല. ആദ്യമൊക്കെ ദേഷ്യം വരായിരുന്നു, ഇപ്പോൾ അതിലൊക്കെ ഞാൻ യൂസ്ഡായി. എന്നാലും ദേഷ്യവും വിഷമമൊക്കെ വരും, എന്നാലും സാരമില്ല, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ കറി നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുളകിട്ട മീൻ കറി. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇത് എഡിറ്റിങ് ഇച്ചിരി കൂടിപ്പോയതാണ്, ഇച്ചിരിയല്ല ഒത്തിരി കൂടി. പിന്നീട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഫോട്ടോ തന്നെ എടുത്തിട്ടതാണ്. അപ്പോൾ സുർജി ഫുഡൊക്കെ കൊണ്ടുപോയി, സന്തോഷം. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി പിള്ളേർ സ്നാക്സ് കഴിക്കുന്ന ആ ഒരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഷു ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര പാമ്പറിങ് ഒക്കെ ആയിരിക്കും, പിന്നീട് ആകുമ്പോഴത്തേനും 3 കൂടി അടികൂടുന്ന കാണാം. ഇപ്പോൾ ഈ വിശേഷം പറഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ പൊറോട്ടയുടെ കോമ്പിനേഷൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും.